സർ, അയിത്തത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും വികൃത മുഖമാണ് കേരളത്തിൽ വീണ്ടും വന്നിരിക്കുന്നത് എന്നാണ് ഈ യോഗനാഥം മാസിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റുമല്ലോ, അതിനെ അപഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, അദ്ദേഹം ഒരു ഈഴവനായതുകൊണ്ടാണോ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അതിൽ യോഗനാഥത്തിൽ പറയുന്നത്. അതിൽ അവർ പ്രസക്തമായിട്ട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളിയെ പോലെ തന്നെ വിഷം വമിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരാളാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയിരുന്നതെങ്കിൽ ഈ രീതിയിൽ ചർച്ചകളോ കുറ്റപ്പെടുത്തലുകളോ മാധ്യമങ്ങൾ നടത്തുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് പ്രസക്തമായ തിരിച്ചുള്ളൊരു ചോദ്യം, പിണറായി വിജയൻ്റെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തുള്ള ആളാണ്. അങ്ങനെ VS അച്യുതാനന്ദൻ തന്നെ കേസ് കൊടുത്തുള്ള ഇതിൽ ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിൽ വെള്ളാപ്പള്ളിയും ആണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റക്കാരൻ എന്ന് അതിൽ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തും VS അച്യുതാനന്ദനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ, ഒരു ക്രിമിനലിനെ, മറ്റെല്ലാം മാറ്റി നിർത്താം, അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുപോകണം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകണമെന്ന് ശരിയാണോ? അതാണ് തിരിച്ചുള്ള ചോദ്യം. മറ്റെല്ലാം അതിൻ്റെ ജാതി മതങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു കാര്യം, ഇദ്ദേഹം ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അധോലോക മാഫിയ തലവനാണെന്ന് ക്രൈം തന്നെ 1990 കവർ ചിത്രത്തോടെ പ്രസിദ്ധിച്ചുള്ളതാണ്. അദ്ദേഹം എനിക്കെതിരെ ഒരു കോടി റുപ്യ, അന്ന് 10 കോടി റുപ്യ നോട്ടീസ് അയച്ചു. നോട്ടീസ് അല്ലാതെ വേറൊരു സംഭവം ഉണ്ടായില്ല. തിരിച്ചൊരു മറുപടി കൊടുത്ത് രേഖകളും ഇതാക്കിയോടുകൂടി അദ്ദേഹം ഒരു കേസും കൊടുത്തില്ല. എന്താണ് സംഭവം? അദ്ദേഹം ഇവിടെ നിന്ന് പെട്രോളും ഡീസലും അതേപോലെ മണ്ണെണ്ണയും LTD കൈമാറി അവിടുന്ന് കള്ളനോട്ട് ഇറക്കി എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നത്. അതേപോലെ മറ്റം കേസിൽ ഇവിടെ സ്പിരിറ്റ് കൊണ്ടുവന്ന് പിടിക്കപ്പെട്ട കേസിലും അങ്ങേരാണ് അതിൻ്റെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്ന, ആ ലോറിയുടെ ഉടമ എന്ന് കണ്ടെത്തിയിട്ടുള്ള, അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. കാലാകാലങ്ങളായി ഈ SNDP ഇതിൻ്റെ തലവനായിരുന്ന് അദ്ദേഹം ആ സ്വാധീനം ഉപയോഗിച്ച് ഭരണതലത്തിലുള്ള ഒരാൾ സ്വാധീനിച്ച് വോട്ട് ബാങ്ക്, ഈഴവരെന്ന് പറയുന്ന വലിയ വോട്ട് ബാങ്കിനെ മുന്നിൽ നിർത്തി ഇദ്ദേഹം ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ശ്രീനാരായണനെന്നും അതേപോലെ SNDPന്റെ അതേപോലെ ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറയാനുള്ള യോഗ്യത എന്താണ്? മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞ ആളാണ് ആര്? ശ്രീനാരായണൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ലേ ഇദ്ദേഹം സംസാരിക്കുന്നത്? അപ്പൊ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചേരിതിരിവുണ്ടാക്കി അദ്ദേഹം അതിന്റെ പേരിൽ അവകാശങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് അതിന്റെ പേരിൽ പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവങ്ങളെ അവർ യോഗനാഥം ഉദ്ദേശിച്ചു. യോഗനാഥം ആരതാ? ആ സംഭവം വെള്ളാപ്പള്ളിൻ്റെയാണ്. വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു ചാനലും അതേപോലെ മാഗസിനുമാണ് യോഗനാഥം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ് യോഗനാഥം. അപ്പൊ അന്ന് മുതലുള്ള യോഗനാഥത്തെ അവർ സ്വന്തമാക്കി അതിന്റെ പേരും പ്രശസ്തിയൊക്കെ ഇത്തരത്തിലുള്ള വികൃതരായ ആളുകൾക്ക് വേണ്ടി ഒരു തരത്തിലും നമ്മുടെ സൊസൈറ്റിക്ക് ചേരാത്ത പ്രവർത്തികൾ ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിപ്പില ഉണ്ടാക്കിയ ഒരു മാഫിയ തലവനെയും കൊണ്ടിട്ട് പിണറായി വിജയൻ പോകുന്നത് തെറ്റൊന്നുമില്ല. കാരണം പിണറായി വിജയൻ തന്നെ ഒരു മാഫിയ തലവനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ അത്തരം ആളുകളെ സഹായം ആവശ്യമുണ്ട്, പരസ്പരം കൂട്ടുകെട്ട് ആവശ്യമുണ്ട്. പക്ഷെ ഇതിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ഈഴവനായതുകൊണ്ട് താഴേക്കടയുള്ള ഒരു ജാതിയിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന കഥയുണ്ടല്ലോ, വർഗീയ ചേരിതിരുണ്ടാക്കുന്നതിന് ഭാഗം മാത്രമാണ്. അല്ല, വെള്ളാപ്പള്ളിയും പറയുന്നു ഞാനൊരു പാവപ്പെട്ട സമുദായത്തിലുള്ള ആളായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത്. അതെ, അദ്ദേഹം പാവപ്പെട്ട ആളായതുകൊണ്ടാണ് കോടാനുകോടി രൂപ ഓരോ കൊല്ലം തോറും കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നിയമനത്തിന്റെ പേരിലും അല്ലാതെയും അദ്ദേഹം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു ആൾക്ക് അദ്ദേഹം കൃത്യമായി ജോലി കൊടുത്തിട്ടുണ്ട്. ഏഴവനോടെ അദ്ദേഹത്തിന് കോടികൾ ലക്ഷങ്ങൾ അവിടെ കൊണ്ട് ഇറക്കി വെച്ചാൽ മാത്രമേ അദ്ദേഹം ഒരു ജോലി കൊടുക്കൂ. ഏത് ജോലിയാണെങ്കിലും സ്കൂളുകളിലും അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും കൊടുക്കണത് വേണം. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് ചെറിയ തട്ടിപ്പല്ല, എത്ര പേരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കൊടും ക്രിമിനലിനെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ പോയത്. മറയാക്കി ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മറയാക്കിയിട്ടുള്ള എന്താണ്? SNDP ആണ്, ഈഴവരെയാണ്. പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയെ മറയാക്കുന്ന പോലെ താൻ ചെയ്തു കൂട്ടുന്ന കൊടും ക്രിമിനൽ കാര്യങ്ങൾക്ക് മഹത്വരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്താണ് മദനിയുടെ കൂടിയും വേദി പങ്കിട്ടിട്ടുണ്ട്. അതെ,
മദനീയ വേദി പങ്കിട്ടതിൻ്റെ ധാരാളം വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ അകത്ത് പിൻവാങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. എത്ര അടി കൊണ്ടാലും നന്നാവില്ല എന്നുള്ളതാണല്ലോ, തന്നെ തല്ലരുത് അമ്മാവാന്നല്ലേ. അതാണ് ബിനോയ് വിശ്വൻ കൃത്യമായി പറഞ്ഞത്. എൻ്റെ കാറിൽ ആളെ കയറ്റില്ല, എൻ്റെ കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വെള്ളാപ്പള്ളി SNDP-നോടോ ആ പ്രസ്ഥാനങ്ങളുടെ ആരോടോ വിരോധം ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി ഒരു ചീഞ്ഞ് നാറി പൊഴുത്തതായി നിൽക്കുന്ന വൃത്തികെട്ട ഒരു സംഭവമാണ്. അതിനെ അവിടെ ആ കാർ കെറ്റിയ ആ കാറിൽ ദുർഗന്ധം മാത്രമല്ല കേരളം മുഴുവൻ ദുർഗന്ധം വരും. കാരണം മലപ്പുറത്ത് പോയിട്ട് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ ഈഴവർക്കൊന്നും ഹിന്ദുക്കൾക്കൊന്നും യാതൊന്നും കിട്ടുന്നില്ല, മുസ്ലിങ്ങൾക്കാണ് കിട്ടുന്നതെന്നാണ്. അവിടെയാണ് ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ള ആ പത്രസമ്മേളനം ശ്രദ്ധിക്കേണ്ടത്. ആ പത്രസമ്മേളനത്തിൽ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? അവിടെ ഉണ്ട്. നിങ്ങൾക്ക് സ്കൂളിന് പെർമിഷൻ കിട്ടുന്നില്ല എന്നാണോ? ആണ്. ഇപ്പൊ ഈ 10 വർഷമായിരുന്നു കിട്ടുന്നില്ല. ഇല്ല, 10 വർഷമായി ആരാ ഭരിക്കുന്നത്? പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ ആണെന്ന് ഉറപ്പിക്കാതെ അടിച്ചു. അല്ല, ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നത്. ഇന്നലെ മൈക്കൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ടില്ല. ഇന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ടർ ചാനലിലെ റഹീസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ, അയാൾ തീവ്രവാദിയാണ്. പക്ഷെ എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവ് ഹാജരാക്കാനില്ല. അല്ല, വായി തോന്നുന്നത് കോവയ്ക്ക് പാട്ട് എന്നുള്ളതാണ്. ഇവര് ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം ഇന്നലെ വരെ ചെയ്തിരുന്നത് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. എന്ത് വൃത്തികേട് കാണിച്ചാലും ഒന്നും ചോദ്യം ചെയ്യാനില്ല. പക്ഷെ ബിനോയ് വിശ്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയും നികൃഷ്ട ജീവിയാണ്, അത്രയും വൃത്തികെട്ടവനാണ്, അത്രയും കേരളത്തിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി എന്ന് കൃത്യമായി. വെള്ളാപ്പള്ളി എന്ന് ചോദിക്കുന്നു, എന്തിനാണ് എത്ര കാലമായിട്ട് എൻ്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് 89 വയസ്സുണ്ട്, എനിക്ക് എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. 89 വയസ്സിൽ 10-20 വയസ്സ് ഒഴിവാക്കി കൂട്ടാം. ബാക്കി 69 വയസ്സും അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തി. അയാൾക്ക് ഏറ്റവും നല്ല മേഖല ഇടവരുടെ പേരും പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരില്ല. തൻ്റെ എന്ത് വൃത്തികേടും തൻ്റെ എന്ത് കൊള്ളയും എന്ത് തട്ടിപ്പോ ആരും വന്നിട്ട് പിടിക്കാനോ മറ്റൊന്നും വരില്ല. അത് വെച്ചിട്ട് കേന്ദ്രത്തിൽ പിടിപാടുണ്ടാവാൻ മകനെ ഒരു സംഘടന ഉണ്ടാക്കിയ BDJS എന്നുള്ള രൂപത്തിൽ അങ്ങനെ കേന്ദ്രത്തിൽ എന്തൊക്കെ അന്വേഷണം വന്ന് അട്ടിമറിക്കപ്പെട്ടു. കേരളത്തിൽ എല്ലാ തരത്തിലും അന്വേഷണം അട്ടിമറിച്ച പിണറായി വിജയനെ കൊണ്ടാണ്. അങ്ങനെ എല്ലാത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ആളാണ്. മുമ്പ് ഞാൻ ക്രൈം പ്രൊസീജിയർ സമയത്ത് അദ്ദേഹം റെയിൽവേ കോൺട്രാക്ടർ ആയിരുന്നു. ആ റെയിൽവേ കോൺട്രാക്ടർ ആയിരിക്കുന്ന സമയത്ത് എത്രയോ ആളുകളെ കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിനുള്ളിൽ ഉണ്ടാക്കുന്ന ആ മണ്ണിന്റെ അടിയിൽ കുഴിച്ചു മൂടി എന്ന് പറയുന്നുണ്ട്. ഇതിനൊന്നും അദ്ദേഹത്തിന് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു തെളിവുണ്ടായിരുന്നു. മരിച്ച ആൾക്കാരടക്കം ലിസ്റ്റ് പ്രകാരം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതിനാണ് 98-ൽ. അത് LTTയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടുത്തെ SNDPന്റെ പ്രസിഡന്റായി നിൽക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് ഭീകര സംഘടനയായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ക്രൈമിന്റെ ഫ്രണ്ട് പേജ്, ക്രൈമിന്റെ കവർ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം നോട്ടീസ് അയച്ചിട്ടുള്ളതാണ്. നോട്ടീസ് അയച്ചിട്ട് ഇതുവരെ കേസ് ഫയൽ ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം അത് ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. LTTക്ക് ഇവിടുന്ന് പെട്രോളും ഡീസലും മണ്ണെണ്ണയും കടത്തി കൊടുത്തു എന്നാണ്. അവിടുന്ന് കള്ളനോട്ട് ഇറക്കി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായ തെളിവുകളാണ് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ചാലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടും ക്രിമിനലും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ പോയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ജാതി കാർഡ് കളിക്കുന്നത്. ജാതി കാർഡ് കളിച്ചിട്ട് ഞാൻ പാവപ്പെട്ടവനാണ്, ഏത് കോടാനുകോടി രൂപയാണ് പാവപ്പെട്ടവരുടെ ഈഴവരുടെ പണം തട്ടിയിട്ടുള്ളത്. എത്രയോ കോടി സ്വത്തുക്കളാണ് തട്ടിയുള്ളത്. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയുള്ളത്? എന്തിനാണ് കുമാരനാശ് ഇത് കൊണ്ട് നടക്കുന്നത്? ഈഴവരുടെ മോചനത്തിന് വേണ്ടി, ഈഴവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന കോടാനുകോടി തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു മാഫിയ മുതലാളിക്ക് വേണ്ടിയിട്ടാണ് ആ പ്രസ്ഥാനം ഇപ്പൊ തീറെഴുതി കൊണ്ടിടക്കുന്നത്. ഇടയ്ക്ക് ഈഴവരുടെ പേരും പറഞ്ഞ് കുറച്ച് പ്രസ്താവന ഇറക്കും, ഈഴവരെ അങ്ങനെ അവരെ കൂറ്റം കൊള്ളിക്കും. അല്ലാതെ എന്ത് കുന്തമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒന്ന് പറയാമോ? അയാൾ ഈഴവരെ നശിപ്പിച്ച് മണ്ണാർത്ത് അയാള് ഞാൻ ചോദിക്കട്ടെ, മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അയാള് കള്ള് കച്ചവടമല്ലേ അയാൾക്കുള്ളത്? അയാളെയല്ലേ മറ്റം കേസിൽ സ്പിരിറ്റ് കടത്തിയതിന് കേസിൽ പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലോറിയിലല്ലേ? നമ്മൾ തന്നെ വെള്ളാപ്പള്ളി വലിയ ഗുരുതരാവസ്ഥയിലാണ്, അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഗുരു പ്രചരിപ്പിച്ച ആ ദർശനത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ് വെള്ളാപ്പള്ളി നിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വെള്ളാപ്പള്ളി തീർച്ചയായിട്ടും അപകടത്തിൽ തന്നെയാണ്. ഗുരു ദർശനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കള്ള് കച്ചവടക്കാരനും മാഫിയ തലവനുമാണ്, അധോലോക നായകനുമാണ് വെള്ളാപ്പള്ളി.
അദ്ദേഹത്തിന് അതിൻ്റെതായ ഗുണ്ടാസംഘങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ എത്ര പാവപ്പെട്ട ഈഴവരെയാണ് പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊന്നും ഈഴവരല്ലേ? മഹേഷ് ഈഴവനല്ലേ? മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പ് പകരം മരണക്കുറിപ്പല്ലേ? അത് അദ്ദേഹം 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. രക്ഷിച്ചത് പിണറായിയാണ്. ഇപ്പൊ പിണറായിന്റെ കാറ് കയറുന്നതിന് ഇവര് തമ്മിലുള്ള കച്ചവടമാണ്, വേറെന്താ? കച്ചവടം ഉറപ്പിക്കുന്നത് ശബരിമല ഇതുമായി ബന്ധപ്പെട്ടതിൽ ഇനി വെള്ളാപ്പള്ളിക്ക് എത്രമാത്രം കച്ചവടം ഉണ്ടെന്ന് നമുക്ക് അധികം താമസിയാതെ പുറത്തു വരും.